നേർക്ക് ഇതേതാ കമ്പനി? ഹലോ, അസ്സലാമലൈക്കും. നമ്മളെ വീട്ടിൽ വണ്ടി കയറില്ല ഗെയ്സ്. അങ്ങനെ നമ്മൾ ഇടവലത്ത് മുനീർഖാൻ്റെ വീട്ടിലാണ് ഗെയ്സ് വണ്ടി വെക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടുത്തെ വണ്ടി വെക്കാനുള്ള ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മളെ വണ്ടി വെക്കാനുള്ള ഗ്യാപ്പ് ഇതാ ഈ ഒരു കാലി സ്ഥലമാണ്. അങ്ങനെ ഇവിടെ നമുക്കൊരു പായ് കെട്ടണം. നമ്മൾ മുനീർഖാനോട് പറഞ്ഞ് സമ്മതമെല്ലാക്കി ഫുള്ള് സെറ്റാക്കിക്ക്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? പായ് വെക്കണം. പായ് കെട്ടിയിട്ട് വണ്ടി നനക്കാണ്ട് വെക്കണം. അതാ പരിപാടി. അപ്പോൾ അതാ നമ്മളെ വണ്ടി ഫുള്ള് മഴ പെയ്തിട്ട് ഒരു കോലായി. മഴ പെയ്തിട്ട് കാണാം ഗേസ്, മഴ പെയ്തിട്ട് ഗേസ് വണ്ടി ഇതാ പച്ച കളറായി. പച്ച കളർ ഗേസ് കണ്ട, പച്ച കളറായി. അതൊരു വണ്ടി പൈസ കൊടുത്ത് വാങ്ങി ഒരാൾക്ക് എന്ത് ചെയ്യാനാവില്ല. ഇങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയൂല. കാരണം ഇത്രയും ലക്ഷങ്ങളുടെ വണ്ടി നമുക്കൊരു കൊലം കൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെ മയത്തിട്ട് നശിപ്പിക്കല്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടെ നമുക്കൊരു പായ് കെട്ടണം. അതാണ് പരിപാടി. കട്ടി കുറവാ പായ്ക്ക്, കുഴപ്പമില്ലല്ലോ. ഏതാ നീളം വീതി നോക്കിയാ? നീളം ഇങ്ങനെ കിട്ടണം. കട്ടിയല്ലോ. പാഞ്ചടി ഇങ്ങനെ കിട്ടും. 3, 6, 9, 12, 3, 5 ഇങ്ങനത്തെ. ഇങ്ങനെ നേരെ പോട്ടെ. 3, 6, 9, 12. ഓക്കെ, ഇങ്ങനെ വരണം കേട്ടോ. ഇനിയൊക്കെ വലിക്കുക, അങ്ങോട്ടേക്ക് വലിക്ക്. അവിടെ കേട്ടെ. കയറല്ല. ആ കയറിട്ട്, കയറും കത്തി ഉണ്ട് കേട്ടോ അതിൽ. കത്തി എടുത്തുക്കാ. ആ കത്തി എവിടെയുള്ള? കത്തി ബക്കറ്റില്ലതാ. ഗീസ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പിന്നെ ഇത് ഇടുന്ന ഒരു വീഡിയോ ഇട്ടില്ല. സൈസ് കയറുണ്ടാ? ഒരു സൈസാണല്ലോ. ആ 2 സൈസ്. മറ്റേ അത് കെട്ടിയതാ. ഇത് വീണോന്ന് കെട്ടുന്നതാ. ഇതിന് അതിൽ നപ്പാട് വലിച്ചും കെടുത്തേ. അതിൽ നിന്ന് ആവശ്യത്തിന് കണത്തിന് വലിച്ചാ പോരെ. ഇപ്പൊ ഇതിന്റെ തല എടുത്ത് നെട്ടുക. അനി പുറത്ത് നോട്ടെ. ആദ്യം ഇവിടുന്ന് കെട്ടി തുടങ്ങാം അല്ല റീന. പായ എങ്ങനെ കെട്ടണ്ടെന്നുള്ള റെഡിക്ക് നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മളുള്ള ഒരു ഐഡിയ കേട്ടുന്ന. നമുക്കിപ്പോൾ പായ് കെട്ടിയിട്ട് മൊഞ്ചാക്കൊന്നും വേണ്ട. കാരണം നമ്മളെ വണ്ടി നനയാണ്ട് നനയാണ്ട് നിൽക്കണം. അതാണ് നമ്മളെ ഫോണിൽ വെക്കാറ്. ഇനി കുടുക്കി കെട്ടുന്ന പഠിക്കും അറിയണ്ട. ഫോണിൽ വെക്കാരിട്ട് വലിച്ചു കെട്ടിയാൽ മതി.
റെഡി ആയില്ല റീന? നടുവെട്ടണ്ടേ? നടുകെട്ടനായില്ല. നടു ലാസ്റ്റാ? എന്നാന്നുള്ളത് നോക്കട്ടെ. അങ്ങനെ പായ് 2 സൈഡ് വലിച്ച് കെട്ടി. ഓ ആ ആ ആ ആ ടാറ്റ ടാറ്റ. അങ്ങനെ നടുവ് കൂടെ 2 കയറിട്ട് വലിക്കണം. നടുവ് ആടെ പിടിച്ച് വലിച്ച് കെട്ടുകയും ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് 4ാമത്തെ ഈ സ്തംഭത്തുള്ള ഈ 2 സൈഡ് ഒന്ന് ആ പേരക്കനോട് ഒന്ന് ഈ മരത്തിനോട് കെട്ടുവരും. പേരക്കനോട് കെട്ടണം, ഈ മരത്തിനോട് കെട്ടണം അല്ല. കത്തിയടിയാ കത്തിയടിയാ. അങ്ങനെ കേസ് 3 സൈഡ് നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചും മറിച്ചെല്ലാം കെട്ടേണ്ടി വരും. അപ്പോൾ ഇതാ ഉള്ളത്തെ 2 ഭാഗവും, ഉള്ളത്തെ അങ്ങേയറ്റത്തും ഇങ്ങേറ്റത്തും, അതുപോലെ തന്നെ ഈ ഒരു കോണും നമ്മൾ കെട്ടിയിട്ടുണ്ട്. ആടെ വലിച്ചുപിടിക്കുന്നതിനാ നമുക്ക് ഇടം വരെ എത്തും നോക്കാലോ. അവിടെ വലിച്ചാ നാനേരം നമുക്ക് ഒഴിവാക്കി കിട്ടുമല്ലോ അല്ല. പായിൻ്റെ അളവ് റെഡിയാന്ന് തോന്നുന്നു നമ്മൾ വാങ്ങിച്ചാ. ഗൈസ് 12.5 പായ നമ്മൾ വാങ്ങി. അപ്പോൾ ഇതാ നമ്മളെ മുത്തവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മക്കൾസ് 2 ആൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഗൈസ് ഇപ്പായും കൂടെ ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഏകദേശം ഒരു 60% നമ്മളെ പണി കഴിയും. പിന്നെ നമുക്കൊന്ന് ലെവലപ്പിക്കലും കാര്യങ്ങളും ഉള്ള. അത് കഴിഞ്ഞിട്ട് വേണം വണ്ടി ഒന്ന് കൈകിട്ടുള്ളിലേക്ക് കയറ്റിയിടാൻ. ഫുള്ള് വലിച്ചിട്ടുണ്ടോ? റെഡിയാ. ഏത് അപ്പോൾ പേർക്കാൻ ഇതില്ല, പേർക്കാൻ ആ കാവശ്യത്തിൻ്റെ ഉള്ളിൽ കൂടെ ഈ കാണുന്ന ഈ കാവശ്യമല്ല, ഈ കാവശ്യത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം എന്ത് ചെയ്യാൻ കയറി വരാൻ. എന്നിട്ട് താഴെ നമുക്ക് വലിച്ചു കേട്ടാ. ആ തമ്പത്ത് അവിടെ ഒരു ഊര കൊടുക്കായിട്ട് കെട്ടിയാൽ മതി. അത് ഇതൊന്നും ടെമ്പറൊന്നും വേണമെന്നില്ല. ഊര കൊടുക്കിട്ട് അടിപൊളി കെട്ടിട്ട് ഗൈസ് ഊര കൊടുക്കിട്ട് കയറിയിട്ടത് അത്യാവശ്യം ഊര കൊടുക്കിട്ടിട്ട് ഗൈസ് ട്രെയിനാണ്ട് ഊര കൊടുക്കിട്ടൊക്കെ കെട്ടിക്കോ കുഴപ്പമില്ല കെട്ടിക്കോ കുഴപ്പമില്ല. മാറി ഞാൻ മാറ്റി തരും. കെട്ട് അതിനാ കെട്ട് ഗൈസ്. അങ്ങനത്തെ ഊരാ കൊടുക്കല്ല, ഊരാ കൊടുക്കുന്നേക്കാട്ടോ പവറിലെ കൊടുക്കുക ഗൈസ്. കണ്ടാ ഇതേതാ കെട്ട് ഇനിയിപ്പോൾ ഓളോട് ചോദിച്ച് ഓക്കും പറയാൻ പറ്റില്ല. അമ്മാതിരി കെട്ട് കെട്ടിക്കുന്നുണ്ട്. അങ്ങനത്തെ നല്ല കിടിലം പച്ച കളർ പായ കിട്ടിയിട്ടുണ്ട് ഗൈസ്. കണ്ടല്ലേ ഇതിൻ്റെ മോള് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ആ ഓട്ടിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം തീർത്ത് അതിലേക്ക് പോകും, ഇപ്പുറത്തേക്ക് പോരില്ല. ബാക്കി ആ മരത്തിനോട് അമ്മ അതിൻ്റെ അവിടെ ചിലപ്പോൾ പാമ്പോ കാര്യങ്ങളുണ്ടാവും. നമുക്ക് മെല്ലെ ഇവിടെ വലിച്ചിട്ട് ഇതിനോട് തന്നെ കെട്ടി കൊടുക്കാം. കുഴപ്പമില്ല, എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ആക്കാം. അധികം റിസ്ക് എടുക്കണ്ട. നമുക്ക് വണ്ടി നനയാണ്ടിരിക്കണം അല്ല. അങ്ങനെ പേരക്ക മരത്തിൻ്റെ മുകളിൽ പേരക്ക ട്രെയിനെ കയറും പിടിച്ച് നിന്നിക്ക് ഗേസ്. അപ്പോൾ ഈ കയറും കൂടെ നമുക്ക് കെട്ടാം. മാഷാ അല്ലാഹ്. അങ്ങനെ നമ്മളെ ട്രെയിൻ എന്ന അവസ്ഥ സെറ്റാ. ഇതാ അവസാനം ആടെ വെല്ലിക്കില്ലല്ലോ. ആടെ അടുത്തും വെല്ലിക്ക് അത് കെട്ടിയേ. ബാക്കിയെല്ലാം നോക്കി നോക്ക്, ഇത് നോക്കി നോക്ക്. ഗേസ്
ചിരിക്കാനായി ഇനിയും എൻ്റെ ജീവിതം ഒരുപാട് ബാക്കി ഗേസ്. അപ്പോൾ നിങ്ങൾ പറ ഗേസ്, ഈ ഒരു വീഡിയോ നമ്മളോടൊപ്പം നിങ്ങൾക്കുള്ളതാണ്. ഇതാണ് നമ്മളെ പായൻ്റെ മേൽഭാഗം വരുന്നത്. കഴിക്കട്ടെ. കണ്ടല്ല, അപ്പുറത്തെ ഷീറ്റിൻ്റെ മുകളിലത്തെ വെള്ളം കറക്റ്റ് ഇതിലേ ഇറങ്ങി വരും. അപ്പോൾ നമ്മളെ വണ്ടി ഇതാ ഇതിൻ്റെ അടിയിലും. അപ്പോൾ നമ്മളെ വണ്ടി വെക്കാൻ ഇതാ ഈ ഒരു ഗ്യാപ്പാണ്. ഇത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഇവിടുത്തെ വണ്ടി സേഫ്. അപ്പോൾ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഇതാ തെളിഞ്ഞു വരുന്നുണ്ട്. തെളിഞ്ഞു വരുന്നുണ്ട്, ഇരുടായി വരുന്നുണ്ട്. നല്ല മഴക്കുള്ള കോള് വരുന്നുണ്ട്. അതിൻ്റെ മുമ്പ് നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേണ്ട ഫുള്ള് പൂപ്പും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പശിക്കാട്ടം ഇപ്പോൾ ഓക്കെ, ഇപ്പം സെറ്റ്. അത്ര വേണ്ടു, ആടെ വലിഞ്ഞു നിൽക്കില്ല. അത് മതി. അങ്ങനെതാ നമുക്ക് ഇവനൊന്ന് തേച്ച് കുട്ടപ്പനാക്കി എടുക്കണം. ആടെ ഒരു ഇതുണ്ടല്ലോ, ആടെ കഴിച്ചു കേട്ടോ. എടേ വേണ്ട, ചെറിയ ഗ്യാപ്പല്ല, ചെറുതൊന്നും നമുക്ക് വിഷയമല്ല. നമുക്ക് വണ്ടി തന്നെ എടുക്കണം. നമ്മൾ പ്രൊഫഷണൽ ഒന്നല്ലല്ലോ പായിൻ്റെ കാര്യത്തിൽ. റെസ്റ്റ് ഇനി ഇനി അവിടെ വലിയണമെന്നുള്ളത് നോക്കിയോ വേണ്ടല്ലോ. അപ്പുറത്ത് അങ്ങേ കോണ് അങ്ങ് ലാസ്റ്റ് വേണ്ടല്ലോ. വെള്ളം വന്ന് വീഴുമ്പോഴുള്ള താഴെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അത് താവും നേരം നോക്കലാ. അല്ല, നടുക്കൂടെ ഒരു കയർ എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കണം. നടുക്കൂടെ വെള്ളം വന്ന് അല്ല, ഇതാ ഈ ഇവിടെ ലീക്ക് കമ്പിക്കോ. ഗ്ലാസ് കാറ്റ് ചാവി കണക്കിട്ട് ഗ്ലാസ് കാറ്റ്. അങ്ങനെ അതാ മഴ വരുന്നത്. നേരെ ഇവിടത്തേക്ക് ഒരു കെട്ട് കൊടുത്താലോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്നൊക്കെ ചിലപ്പോൾ പായ് സെൻറ്റർ തൂങ്ങിപ്പോവില്ലല്ലേ, വെള്ളത്തിൻ്റെ കനം കൊണ്ട് ഈ പോരും. എന്നാലും നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുള്ളതെന്നുള്ളത്. അപ്പോൾ ഗൈസ്, ഇതിലെന്തെങ്കിലും ചേഞ്ച് ഞങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഇങ്ങനെ പായ് കെട്ടാനൊന്നും അറിയില്ല. ആവും പോലെ കെട്ടിയതാ ഞാനും വൈഫും കൂടെ. അപ്പോൾ ഇതാ നമ്മളെ ഈ കുട്ടപ്പനെ നനയാതെ ഇവിടെ ഈ ഉള്ളിലൊക്കെ ഒന്ന് മാറ്റി പാർപ്പിക്കണം. അങ്ങനെ ആർക്കെങ്കിലും ഇതിൽ പായ് കെട്ടിയാൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസമോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. നമുക്ക് പായ് കെട്ടാൻ അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് പിന്നെ പറയുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മളെ പായ് കെട്ടിയത്. ഓക്കെ, ഒന്ന് ആ കോണിനോടാണ് കെട്ടിയത്, ഒന്ന് ആ മരത്തിനോട് പിടിച്ച് കെട്ടി. ബാക്കി ഇതാ നമ്മൾ ഈ ഷീറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ട് ബാക്കി ഇതാ ഇവിടെയും കെട്ടിക്കൊടുത്തത്. ഉണ്ടല്ലേ, ഓരോ കെട്ടും നല്ല സ്ട്രോങ് കെട്ടാ കെട്ടിയ. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുമെന്ന് വിചാരിക്കുന്നു ഗേസ്. അടുത്ത മഴ വരുന്നുണ്ട്. ഇനിയിപ്പം വണ്ടി കയറണം. കാണിക്കും ബാവയുടെ തലയിൽ മഴ പെയ്യൂലേ, മഴ പെയ്യൂലേ. Let's go.